ഹരേ കൃഷ്ണ. ഈശ്വരനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഒരാൾക്കും ജീവിതത്തിൽ ദുർഗതി ഉണ്ടാകില്ല. കാരണം ഭഗവാനെ അഭയം പ്രാപിക്കുന്നവരെ തക്ക സമയത്ത് രക്ഷിക്കാൻ ഭഗവാൻ ഈ ലോകത്തുള്ള ഏത് ഉപകരണത്തെയും നിയോഗിക്കുന്നതാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്നു, സർവദാ പാണിപാദം തൽ സർവദോക്ഷി ശിരോമുഖം സർവദാ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. അതായത് ദൈവത്തിന് എല്ലായിടത്തും കൈയും കാലുമുണ്ട്, എല്ലായിടത്തും കണ്ണും തലയും മുഖവുമുണ്ട്, എല്ലായിടത്തും കാതുണ്ട്. എന്തിന്? ദൈവം ലോകത്തെ അകവും പുറവും നിറഞ്ഞു നിന്ന് സദാ രക്ഷിച്ചു പോരുന്നു എന്ന്. അപ്പം ഈ ലോകത്ത് കാണുന്ന മുഖങ്ങളും ചെവികളും കാലുകളും കൈകളും കണ്ണുകളും തലകളും എല്ലാം തന്നെ ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. അതായത് ആ ജീവദേഹങ്ങളിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ആ ഈശ്വര ശക്തിയാണ് ഈ പ്രപഞ്ചഘടകങ്ങളിലെ അകത്തും പുറത്തും നിന്ന് സദാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന് ഏത് വസ്തുക്കളെയും പെട്ടെന്ന് സൃഷ്ടിക്കാനും അതുപോലെ തന്നെ അതിനെ അപ്രത്യക്ഷമാക്കാനുമൊക്കെയുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഭക്തന് ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഈശ്വരനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഓടിയെത്താനായിട്ട് ഭഗവാന് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ആ ഭഗവാനെ സദാ ആശ്രയിക്കുക, ആ ഭഗവാനെ അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പരമമായ ഒരു ആനന്ദം ഉണ്ടാകുന്നത്. ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്നതും നമ്മുടെ പുറത്തുള്ളതുമായിട്ട് ഈശ്വരനെ നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ശരിയായ ഒരു സന്തോഷവും ജീവിതത്തിലൊരു ഉയർച്ചയും എല്ലാം നമുക്ക് ആ ഈശ്വരനിലൂടെ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ കാണാനും അനുഭവിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.